സിനിമാ ഷൂട്ടിംഗ് സ്ഥലത്ത് ഒരുപാട് പേർ വർക്ക് ചെയ്യാറുണ്ട്. എന്നാൽ അവരൊന്നും തന്നെ നമ്മൾ സിനിമയിൽ കാണാറില്ല. നമ്മൾ കാണുന്നത് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നവരെ മാത്രമാണ്. എന്നാൽ ചില സിനിമകളിൽ ഫ്രെയിമുകളിൽ അബദ്ധത്തിൽ പലരും പെട്ടുപോകാറുണ്ട്. അങ്ങനെയുള്ള ചില രംഗങ്ങളുടെ കമ്പൈലേഷൻ എപ്പിസോഡാണ് ഈ വീഡിയോയിൽ. 2015 മാർട്ടിൻ പ്രക്കാട് സംവിധാനം ചെയ്ത് ദുൽഖർ സൽമാൻ, പാർവതി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ചാർലി. ചിത്രത്തിൽ സൗബിൻ ഷാഹിറിന്റെ ഇൻട്രോ സീനിൽ ഇങ്ങനൊരു രംഗം കാണാം. ആ സീനിൽ അവർ രണ്ടുപേരുമല്ലാതെ മൂന്നാമതൊരാളെ വ്യക്തമായി കാണാം. ഇനി അയാളായിരിക്കുമോ ആ റൂമിൽ താമസിച്ച യഥാർത്ഥ ജിന്ന്? 2015 ദിലീപ് കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച ജിത്തു ജോസഫ് ചിത്രമാണ് ലൈഫ് ഓഫ് ജോസൂട്ടി. ഈ ഒരു ഷോട്ടിൽ ചിത്രത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായ പ്രണവ് മോഹൻലാലിനെ കാണാം. അങ്ങനെ വലിയൊരു അബദ്ധം പറ്റിയിട്ടും ചിത്രത്തിൽ അത് കട്ട് ചെയ്യാതെ തന്നെ കാണിച്ചിട്ടുണ്ട്. 2023 മർഫി ദേവസി സംവിധാനം ചെയ്ത മൾട്ടി സ്റ്റാർ ചിത്രമാണ് നല്ല നിലാവുള്ള രാത്രി. സിനിമയിൽ ഒരു പറ്റം സുഹൃത്തുക്കൾ വിജനമായ ഒരു ബംഗ്ലാവിനകത്ത് ആക്രമിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അക്രമികളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ചെമ്പൻ വിനോദിന്റെയും ബാബുരാജിന്റെയും കഥാപാത്രങ്ങൾ വിജനമായ ഒരു അണ്ടർഗ്രൗണ്ടിലേക്ക് പോകുന്നുണ്ട്. ആരുമില്ലാത്ത വിജനമായ ആ സ്ഥലത്ത് ഒരാൾ നിൽക്കുന്നത് വ്യക്തമായി കാണാവുന്നതാണ്. ക്രൂ മെമ്പേഴ്സിൽപ്പെട്ടയാളെ ഷോട്ടിൽ പെട്ടുപോയതായിരിക്കാം. സുരാജ് വർമ്മ സംവിധാനം ചെയ്ത് രജിഷ വിജയൻ, പ്രിയ വാര്യർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ഹീസ് ചിത്രമാണ് കൊള്ള. സിനിമയിൽ മോഷണത്തിന് ശേഷം ഒളിപ്പിച്ചു വെച്ച സ്വർണ്ണമെടുക്കാൻ ഒരു സെമിത്തേരിയിലേക്ക് രജിഷ വിജയന്റെ കഥാപാത്രം പോകുന്നുണ്ട്. രാത്രിയിലെത്തി ഒറ്റക്കാണ് ആ ദൗത്യം ചെയ്യുന്നതും. ബാഗ് ഉയർത്താൻ വേണ്ടി കല്ലറയിൽ കിടക്കുന്ന ഏതോ ഒരു ശവത്തിന്റെ ഒരു കൈസഹായം നമുക്കിവിടെ കാണാവുന്നതാണ്. 1984 പ്രിയദർശൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ, ശങ്കർ എന്നിവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ ചിത്രമാണ് പൂച്ചക്കൊരു മൂക്കുത്തി. കുളിക്കുന്നു. ഇന്നാ പാൽ ഒഴിച്ചിട്ട് കുപ്പിയാ. ആ ചിക്കുനെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എന്താ പറ്റ ചേച്ചിയുടെ? കുളിക്കുന്നു 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 കുളിക്കുന്നു. ക്രൂ മെമ്പേഴ്സിൽ ഒരാളുടെ കൈയായിരിക്കാം അത്. ചിലപ്പോൾ അതൊരു പ്രിയദർശൻ ബ്രില്യൻസ് ആവാനും സാധ്യതയുണ്ട്. 2001 പ്രിയദർശൻ ചിത്രമാണ് കാക്കക്കുയിൽ. ചിത്രത്തിൽ ബാങ്ക് കൊള്ളയടിച്ച പണം അതീവ രഹസ്യമായി ആരുമില്ലാത്തിടത്ത് സൂക്ഷിച്ചു വെക്കുന്ന ഒരു രംഗമാണിത്. നോട്ടുകളെല്ലാം നമ്പേർഡ് ആയിരിക്കും, സൂക്ഷിക്കണം. പോലീസിന്റെ നിഗമനം എന്താണെന്ന് അറിയുന്നവരെ ഇതിവിടെ ഇരിക്കും. നാളെ കാലത്ത് എല്ലാവരും ഫ്ലാറ്റിൽ വരും. ആ അതീവ രഹസ്യ കേന്ദ്രത്തിൽ രണ്ടുപേരിയ്ക്കുന്നത് വ്യക്തമായി കാണാം. 1992 ജഗദീഷ്, സിദ്ദിഖ് എന്നിവർ അഭിനയിച്ച് വിജി തമ്പി സംവിധാനം ചെയ്ത ചിത്രമാണ് കുണുക്കിട്ട കോഴി. ഓരോ ദിവസം കഴിയുന്തോറും പുതിയ പുതിയ കടബാധ്യതകൾ ഏറ്റെടുക്ക വിശ്വട്ടൻ. എനിക്കെന്തോ പേടിയാവുന്നു. നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചാലോ? എനിക്കെന്തോ പേടിയാവുന്നു. സിനിമാ ഷൂട്ടിംഗ് സംഘത്തിലെ ഒരാളെ റൂമിലെ കണ്ണാടിയിൽ വ്യക്തമായി കാണാം. 2004 IV ശശി സംവിധാനം ചെയ്ത് റിയാസ് ഖാൻ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു സിംഫണി. സാന്ദ്രയ്ക്ക് അത് കാണാൻ ഇടവരുത്താതിരിക്കുകയാണ് നല്ലത്. ഈ ഒരു രംഗത്ത് മിററിലൂടെ നാം കാണുന്നത് മറ്റാരുമല്ല, സിനിമയുടെ സംവിധായകനായ IV ശശിയെ തന്നെയാണ്. 1991 കമൽ ചിത്രമാണ് പൂക്കാലം വരവായി. ആ ജയറാം ചിത്രത്തിലും അതുപോലൊരു രംഗം നമുക്ക് കാണാം. എന്തായാലും തീർന്നല്ലോ. ഇനി ജസ്റ്റിസ് അമ്മായിയുടെ പത്രാസന്റെ പട്ടിക്ക് വേണം. അല്ലേ വലിയേച്ചി? ജയരാജേ, ഒരു കറുത്ത തുണി പിടിച്ചുകൊണ്ട് ആ റൂമിൽ നിൽക്കുന്ന ഒരു ക്രൂ മെമ്പറെ നമുക്ക് അവിടെ കാണാം. 1994 റോയ് പി തോമസ് സംവിധാനം ചെയ്ത് ഇന്നസെന്റ്, സിദ്ദിഖ്, ജഗദീഷ് എന്നിവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ ചിത്രമാണ് പാവം IA അയ്വാച്ചൻ. ദൈവം രക്ഷിച്ച് എന്നെ കണ്ടില്ല.
ഈ രംഗത്തിൽ മാത്രം അവിടെ ഒരു ക്രൂ മെമ്പർ എന്തോ ഒന്ന് പിടിച്ചു നിൽക്കുന്നതായി കാണാം. അതിനു മുമ്പോ ശേഷമോ അങ്ങനെ ഒരാളെ അവിടെ കാണാനുമില്ല. 1999 കാർഗിൽ കോൺഫ്ലിക്റ്റിനെ അടിസ്ഥാനമാക്കി 2008 മേജർ രവി സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമാണ് കുരുക്ഷേത്ര. സിനിമയിൽ യുദ്ധം നടക്കുന്ന ഒരു രംഗമുണ്ട്. വാർഫീൽഡ് കാണിക്കുന്നത് ഇങ്ങനെയാണ്. എന്ത് സൈലന്റ് ആയിട്ടാ പിള്ളേര് പോണേ. ചാരായ നിരോധനം എ.കെ. ആന്റണി മാറ്റുന്ന പ്രശ്നമില്ല. ആ ഒറ്റ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് പ്രതിഷേധം. വെറുതെ കണ ഗുണാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കാശ്മീർ പാകിസ്ഥാൻ കൊടുത്ത ആ പ്രശ്നം തീർന്നില്ലേ? എപ്പോഴും തീറ്റയുടെ കാര്യം മാത്രമല്ലേ. വാർഫീൽഡിൽ വെറുതെ ഇരുന്ന് കഥ പറയുന്ന 2 പേരെ നമുക്കവിടെ കാണാം. ക്രൂ മെമ്പേഴ്സിനെ പെട്ടുപോയതായിരിക്കാം ക്യാമറയിൽ. 2000 സിബി മലയിൽ മോഹൻലാൽ ചിത്രമായ ദേവദൂതൻ റിലീസാകുന്നത്. വർഷങ്ങൾക്ക് ശേഷം മാറ്റ്നി നൗ ചിത്രത്തിന്റെ 4K വേർഷൻ ആമസോണിൽ സ്ട്രീം ചെയ്തിരുന്നു. നിഖിൽ മഹേശ്വറിന്റെ കൊലപാതകത്തിന് മറ്റൊരാൾ കൂടി സാക്ഷിയായിരുന്നു. ഇതെല്ലാം സംഭവിക്കുമ്പോൾ അയാൾ ദൂരെ നിന്നും നോക്കി നിൽക്കുന്നതായി കാണാം. സിനിമയിലെ ആ രംഗത്തുള്ള നായ്ക്കളെ ട്രെയിൻ ചെയ്യാൻ വന്നയാൾ ആ ഫ്രെയിമിൽ പെട്ടുപോയതാണ്. പുതിയ വേർഷനിൽ VFXലൂടെ അയാളെ മായ്ച്ചു കളഞ്ഞിട്ടുമുണ്ട്. 2024 വാനോളം പ്രതീക്ഷകളുമായി വന്ന ലിജോ ജോസ് പെല്ലിശ്ശേരി മോഹൻലാൽ ചിത്രമായിരുന്നു മലൈക്കോട്ട വാലിബൻ. ആ സിനിമയിലെ വാലിബന്റെ ഇൻട്രോ സീനിലെ ഫൈറ്റ് രംഗത്തിൽ ഇങ്ങനെയൊന്ന് സംഭവിക്കുന്നത് കാണാം. ഇത് കണ്ടോ നീ? ഈ കൈ കണ്ടോ നീ? ഈ രംഗത്തിൽ ഒരു കൈ വ്യക്തമായി കാണാം. ദൂരെ ഇരിക്കുന്ന വാലിബന്റെ കൈകളല്ല അത്. ഇത്ര ദൂരത്തേക്ക് ഒരിക്കലും തന്നെ കൈ എത്തിക്കാൻ കഴിയില്ല. എന്റെ കൈ നീളും ഡബറ കണ്ടാ. ആ തുണി വീശിയെറിയുന്ന ക്രൂ മെമ്പറുടെ കൈയായിരിക്കാം അത്. 2009 ബ്ലസ്സി സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമാണ് ഭ്രമരം. സിനിമയുടെ ക്ലൈമാക്സ് ഭാഗത്ത് ഇങ്ങനൊരു ചേസ് രംഗം കാണാം. ആ വിജനമായ സ്ഥലത്ത് അതിനു മുമ്പോ ശേഷമോ ഇല്ലാത്തൊരു വ്യക്തി ആ ഷോട്ടിൽ മാത്രം അവിടെ നിൽക്കുന്നതായി കാണാം. ക്രൂ മെമ്പറോ അല്ലെങ്കിൽ ഷൂട്ടിംഗ് കാണാൻ വന്നയാളോ അതിൽ പെട്ടുപോയതായിരിക്കാം. 1995 ദിലീപ്, ദേവയാനി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഹരിദാസ് സംവിധാനം ചെയ്ത കോമഡി ചലച്ചിത്രമാണ് കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം. ആ സിനിമയിൽ വിജനമായ റെയിൽവേ ട്രാക്കിൽ കിടക്കുന്ന ദിലീപിന്റെ ഒരു രംഗമുണ്ട്. ഇവിടെ വാടാ, ഒക്കെ ഞാൻ ഒളിച്ചിരുന്ന് നോക്കുകയായിരുന്നു. ആ രംഗത്ത് ഒരുപാട് പേർ അവിടെ നോക്കി നിൽക്കുന്നു എന്ന് വ്യക്തമാണ്. കാരണം അവിടെ നിൽക്കുന്നവരുടെ നിഴലുകൾ ആ ട്രെയിനിൽ വ്യക്തമായി കാണാം. 1984 പ്രിയദർശൻ ചിത്രമാണ് ഓടരുതമ്മാവ ആളറിയാം. എന്തോന്നാ തന്റെ ഒരു ഒടുക്കത്തെ കുടി ഒരിക്കൽ കൂടി വേണമെന്നോ? വേണം വേണം, തരാം കേട്ടാ. പോന്നതിന് മുമ്പ് എല്ലാം കൂടെ ചേർത്ത് തരാം. ഹിന്ദി മാത്രം പോയാൽ മതിയായിരുന്നു. ഇത് കണ്ടോ നീ? ഈ കൈ കണ്ടോ നീ? മുകേഷ് കിണറ്റിലേക്ക് ബക്കറ്റ് ഇടുമ്പോൾ ആ ബക്കറ്റ് വാങ്ങുന്ന ജലദേവതയുടെ കൈകൾ വ്യക്തമായി കാണാം. 2003 റിലീസ് ചെയ്ത കലാഭവൻ മണിയുടെ ചിത്രമാണ് മത്സരം. ഇതിനൊക്കെ വേഷം കെട്ടി നടക്കുന്ന എന്നെ വേണം പറയാൻ. എന്തിനാ എന്റെ വക്കീൽ ഇതിനൊക്കെ മെനക്കെടണേ? ആരായിരിക്കും ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന്റെ ഗ്ലാസ് വൃത്തിയായി കൊടുക്കുന്നത്? സാധാരണ സിനിമയിൽ വണ്ടി ഓടുന്ന എഫക്റ്റ് ഉണ്ടാകാൻ വേണ്ടി വണ്ടി ഇളക്കി കൊടുക്കുന്ന ആരുടെയോ കൈകളാണ്. ഇതുപോലുള്ള അബദ്ധങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ അവ കമന്റ് ചെയ്യുമല്ലോ. കൂടുതൽ രസകരമായ സിനിമാ വിശേഷങ്ങളുമായി വരാം. പീസ്.